നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ നമ്മുടെ കോട്ടയത്തിൻ്റെ എല്ലാമായ തിരുവഞ്ചൂർ സാർ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം നമുക്കറിയാം. വരും ദിവസങ്ങളിൽ നമ്മളെല്ലാവരും നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകും. അപ്പോൾ അവർക്ക് പ്രിയപ്പെട്ടവരെ വന്ന് കാണുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കടന്നുവരവിലൂടെ നമുക്ക് അദ്ദേഹം ഒരു വില കൽപ്പിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളോട് അദ്ദേഹം ചില വാക്കുകൾ പറയും. ബഹുമാനപ്പെട്ട ബ്രദർ ഇവിടെ സംസാരിച്ചപ്പോൾ ആഗമന ഉദ്ദേശത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷേ എൻ്റെ ആഗമന ഉദ്ദേശത്തിൽ ഒരു പോയിൻ്റ് കൂടിയുണ്ട്. വിശ്വാസത്തിൽ മരിക്കുന്ന ഒരാളിനെ വിശ്വാസത്തിൽ അടക്കാൻ കഴിയണം. കേരളത്തിൽ ഒത്തിരി സർക്കാരുകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ അടക്കാൻ പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖം അവസാനിപ്പിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അതാണ് നമുക്ക് വേണ്ടത്. കാരണം വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾ, ജ്ഞാനസ്നാനം ചെയ്ത ഒരു വ്യക്തിക്ക് ആ ആളിൻ്റെ വിശ്വാസത്തിൽ ഒരു അന്ത്യനിദ്ര കൊള്ളുന്നതിനുള്ള സന്ദർഭം ഉണ്ടാകട്ടെ. ആ വിശ്വാസത്തിന് അന്ത്യനിദ്ര കൊള്ളാൻ കഴിയുന്നില്ല. ചെലമ്പറക്കുന്നിലെ ശ്മശാനത്തിൽ ഞാൻ പല പ്രാവശ്യവും പോയിട്ടുണ്ട്. ദുഃഖത്തോടു കൂടിയുള്ള ചില കാഴ്ചകൾ ഞാൻ കണ്ടു. ഞാനതിവിടെ വിശദീകരിക്കുന്നതേയില്ല. നമുക്ക് ആ ദുഃഖം ജീവിതം മുഴുവൻ പേറി നടക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ആ ദുഃഖം നമുക്കൊന്ന് താത്തുവെക്കാൻ കഴിയണ്ടേ? ഒരു കാര്യം എനിക്ക് ഉറപ്പായി തോന്നുന്നു, ഈ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ ശക്തിക്ക് മുമ്പിൽ ഇതിനെതിരെ നിൽക്കുന്നവരെല്ലാം കീഴ്പ്പെടും, ദൈവം ജയിക്കും. അതാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം തേടുന്നു. ഇനി എല്ലാം ഇരിക്കുന്നത് ബഹുമാന്യനായ ബ്രദറിൻ്റെ കയ്യിലാണ്. ഞാൻ മറ്റൊന്നും പറയാതെ നമുക്കൊരുമിച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ എനിക്കതൊരു സഹായകരമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് സാറ് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ വരുമെന്നറിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങയ്ക്ക് വേണ്ടി. കുറച്ച് സമയം ദൈവസന്നിധിയിൽ ഞാൻ മാറിയിരുന്നു. ആ സമയം 2 കാര്യങ്ങൾ അങ്ങയോട് പറയണമെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരാഗ്രഹം തോന്നി. അതിലൊന്നാമത്തെ കാര്യമാണ് സാർ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പം രണ്ടാമത്തെ കാര്യം, ഒരു ഇതുപോലെ ഉള്ള സഭകളെ ഒരു ഗവൺമെൻറ് പോർട്ടലിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തൊരു സഭയായി അംഗീകരിക്കുകയും, ഞങ്ങൾ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് തൊഴിൽദാതാക്കളാണ് സാറേ. അപ്പം ആ നിലയിൽ സമൂഹത്തിൽ ഒരുപാട് പേരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങളും പല സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കും കൂടെ ഒരു പ്രാതിനിധ്യം ലഭിക്കത്തക്ക നിലയിൽ, കേവലം ട്രസ്റ്റ് സൊസൈറ്റി എന്ന രജിസ്ട്രേഷനിലാണല്ലോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനതീതമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടലിൽ നമുക്കും കൂടെ ഒരു ലൈസൻസോ സ്പേസോ തരുന്നൊരു കാര്യം കൂടെ അങ്ങയുടെ പരിഗണനയിൽ ഒന്നുണ്ടാകണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. അധികാര സ്ഥാനങ്ങൾക്ക് മീതെ വാഴുന്നത് നമ്മുടെ ദൈവമാണ്. ബൈബിൾ നമ്മളോട് പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിലാണ് നീർത്തോടുകൾ പോലെ ഇരിക്കുന്നത്. അധികാര സ്ഥാനങ്ങളിൽ ആര് വരണം പോകണമെന്നെല്ലാം കർത്താവ് തീരുമാനിക്കുന്നു. പക്ഷേ സഭയുടെ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം അനേക സമയങ്ങളിൽ നിരവധി വേദികളിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും താനതിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും പ്രസ്താവിക്കുന്നത് നേരിട്ട് കേട്ടുള്ള ഒരാളാണ്. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളിൽ നിന്ന് നീട്ടാമോ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സഭ അങ്ങയുടെ ശക്തിയിലും നാമത്തിലുമാണ് നിലകൊള്ളുന്നത്. ഈ നിമിഷം ഞങ്ങൾ ബഹുമാനനായിരിക്കുന്ന തിരുവഞ്ചൂർ സാറിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞങ്ങളുടെ നാടിന് തൻ്റെ കർമ്മ പദ്ധതികൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ ഏറ്റവും സഫലമായി തീരുവാനും അത് പൂവണിയുവാനും ഇത്രയും കാലമുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അത്യുജ്വലമായൊരു കാലഘട്ടമായി അത് ഉയർന്നു വരുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുള്ള എല്ലാ കൃപകളും ജ്ഞാനവും അവസരങ്ങളും തനിക്ക് നൽകണമേ. അഭിമാനപൂർണമായ ഒരു നല്ല വിജയപഥത്തിലേക്ക് അങ്ങ് അദ്ദേഹത്തെ നയിക്കണമേ. ദൈവസഭ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സാറേ, കർത്താവ് അനുഗ്രഹിക്കും. ധൈര്യമായി പോയി വരും, ഞങ്ങൾ കൂടെയുണ്ട്. അതുമാത്രമല്ല,
വിജയിച്ച് കഴിയുമ്പോൾ സാറൊന്ന് വരണം. ഉറപ്പാണ്. ഓക്കെ. ഇവിടെ ബ്രദർ പറഞ്ഞാൽ പിന്നെ എനിക്ക് വരാതിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ രൂപത്തിലും ഇത് പറയുകയാണ്. നന്മ നമുക്കുണ്ടാകും, സംശയമില്ല. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സാറേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം.